ഒരാളുടെ കയ്യിലിട്ട് തട്ടിക്കളിച്ചത് അല്ലേ എന്താ പറയുന്നത്, ഒരാൾ പിച്ചി കീറി നശിപ്പിച്ച് വേണ്ടാന്ന് വെച്ച സാധനമാണ് അത്. മറ്റൊരാൾ പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്നെ അതുപോലെ നന്നായിട്ട് നോക്കുന്നുകൊണ്ട് എന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്തു ഇതിൽ നിന്നും കൊണ്ടുവരാൻ. ഇല്ലേ ഞാൻ ഒരു പക്ഷേ ആജീവനാന്തം എനിക്ക് എത്ര നാൾ ഞാൻ ഉണ്ടായിട്ടുണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇദ്ദേഹത്തെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി സീതത്തോട് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 42 മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ ആണ്. അതിനകത്ത് പറയുന്ന കാര്യം, ഇവർ കുറച്ച് നാളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ ഇടുന്നതിന് ഒരു 7 ദിവസം മുൻപ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിലാണ് വയ്യ എന്നുള്ള തരത്തിലാണ് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതിനകത്ത് എന്തുകൊണ്ട് ഹോസ്പിറ്റലൊന്നും കിടന്നൊന്നുമില്ല, എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമാണ് ആ ഒരു പോസ്റ്റ്. ആളുകൾക്ക് ആശങ്കയായി എന്താണ് ദീപ്തിക്ക് പറ്റിയത് എന്നുള്ള തരത്തിലുള്ള കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പം അതിനെല്ലാത്തിനും ഒരു മറുപടി ആയിട്ട് എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു എന്നുള്ളതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ടാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോക്കകത്ത് പറയുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. എന്തുകൊണ്ട് ഇവര് ഹോസ്പിറ്റലിൽ കിടന്നു, എന്താണ് അസുഖം, അത് പറയണമെങ്കിൽ ഈ ദീപ്തിയുടെ പാസ്റ്റ് ലൈഫിനെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപ്തിക്ക് ഒരു മുൻ ഭർത്താവ് ഉണ്ടായിരുന്നു, വിജയ് എന്ന് പറയുന്നത്. അദ്ദേഹം കാരണമാണ് ഇപ്പോൾ ഈ ദീപ്തി ഇത് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീപ്തിനകത്ത് പറയുന്നുണ്ട്, ഒരു ഇന്റർവ്യൂവിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ ആദ്യം കണ്ടുമുട്ടുന്നത്. ഈ ദീപ്തിയെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത് ഈ പറയുന്ന ഇവരുടെ മുൻ ഭർത്താവായിട്ടുള്ള വിജയ് ആയിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അടുപ്പത്തിലാവുകയും ഇവർ പിന്നെ ഒരുമിച്ച് ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ ദീപ്തിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരത്തി എല്ലാവരെയും കണ്ണുടച്ചങ്ങ് വിശ്വസിക്കും. അതിനകത്ത് പറ്റിപ്പോയൊരു അബദ്ധമാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻ ഭയങ്കര ടോക്സിക് ആയിട്ട് മാറാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഒരു കാരണവുമില്ലാതെ ദേഹം ഉപദ്രവിക്കുക. അതിനെപ്പറ്റി പുള്ളിക്കാരത്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് വേണമെങ്കിൽ കേൾക്കാം. പുള്ളി എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാൻ ആകെ അങ്ങ് ഷോക്കായിപ്പോയി. കാരണം വീട്ടിൽ നിന്നും നമ്മളിങ്ങനെ അങ്ങനെ തല്ലേണ്ട അവസ്ഥയോ കാര്യമൊന്നും വന്നില്ല, ഒരു കാരണമില്ലാണ്ട് ഉപദ്രവിച്ചു. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പുള്ളിക്ക് കിട്ടിയല്ലോ. പിന്നെ എല്ലാ കാര്യത്തിലും ഉപദ്രവമായി. ഇപ്പം പലർക്കും തോന്നും, നിങ്ങൾക്ക് പിന്നെ അന്നേരം കളഞ്ഞാൽ പോരായിരുന്നു, അന്നേരം അങ്ങ് വേണ്ടാന്ന് വെച്ചപ്പോൾ. എനിക്കതിനുള്ള ധൈര്യവും ഇല്ലായിരുന്നു, എനിക്കൊരു തരം സഹതാപമായിരുന്നു. എന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എത്രയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇവർ ഈ ടോക്സിക് റിലേഷൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഉപദ്രവിക്കും, വായി തോന്നി എല്ലാം പറയും. കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ കരഞ്ഞ് കാല് പിടിക്കുക, മാപ്പ് പറയുക, ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവും. നമ്മൾ അതിൽ വീണു പോകും. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരത്തി ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട വ്യക്തിയാണെങ്കിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞതിന്റെ മീനിങ് മനസ്സിലാവും. നമുക്കറിയാം ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്, ഇത് വർക്കൗട്ട് ആവില്ല. എന്നാലും നമ്മൾ ഈ പണ്ടാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഇത് പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ ഒരു പെയിൻ നമുക്ക് അധികം കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കണം എന്ന് പലർക്കും അറിയാതെ വരും. ഇത് സഹിച്ച് അങ്ങ് എക്സ്ട്രീം കണ്ടീഷനിൽ എത്തുമ്പോഴാണ് പലരും പണ്ടാരം മതി എന്നും പറഞ്ഞ് തൊലഞ്ഞു പോട്ടെ എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നത്. സോ അതിനു മുമ്പെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ശരിയാവും എന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കും. ഒരിക്കലും അത് ചെയ്യരുത് എൻ്റെ പൊന്നു മക്കളെ. ജീവിതം കോഞ്ഞാട്ടായി പോത്തേ ഉള്ളൂ. സീരിയസ്ലി അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചാടി പുറത്തു വരാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ സമയം, പണം, മനസമാധാനം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കേണ്ട നമ്മുടെ സന്തോഷം, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ പണ്ടാരം എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മിക്കവാറും ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ പോയി പെടുന്നത്. സോ ദൈവത്തെ ഓർത്ത് ഇത് സ്നേഹം എന്ന് പറയുന്ന ഒരു മാങ്ങാത്തൊലിയുടെ മേളിൽ അതിന് കടിച്ചു തൂങ്ങി കിടക്കരുത്. വൺസ് അത് ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഇനി ദയാദാക്ഷിണ്യം ഇറങ്ങി പൊക്കോണം. അതിനി അവൻ അല്ലെങ്കിൽ അവൾ തേപ്പെന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. കാര്യം സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചോ, ഇങ്ങനെയുള്ള ടീംസിനോട് ജീവിക്കാൻ വലിയ പാടാ. അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. കുറച്ച് കാര്യങ്ങളോട് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, അതോടെ കേൾക്കാം. ഒരു ദിവസം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തോ ഫുഡിൻ്റെ ഇറിറ്റേഷൻ വന്നിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ട് നേരെ തറയിലങ്ങ് തല കറങ്ങി വീഴുമ്പോൾ ഞാനും അയാൾ മാത്രമേ ഉള്ളൂ. ഇയാൾ എന്ത് ചെയ്ത് തല കറങ്ങി വീഴുക, എന്നെ ഒരുപാടങ്ങ് തൊഴിച്ചു, കാലുവെച്ച് തൊഴിച്ച് ചവിട്ടി, തല ഇറങ്ങി വീണു, ഛർദ്ദിച്ചു. എന്നെ നല്ലപോലെ ഒരു ദിവസം ചവിട്ടി അങ്ങ് ശരിയാക്കി. ചവിട്ടി ഭിത്തിക്കങ്ങ് ചേർത്ത്, വയറ്റിലും മേത്തും ഒക്കെ കുറേ അങ്ങ് ചവിട്ടി. എന്നിട്ട് അപ്പോൾ എനിക്ക്
മേല് മൊത്തം ചതവും വേദനയൊക്കെ ആയി. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പിന്നെ വർക്ക് ചെയ്യണമല്ലോ, സ്കൂളിൽ പോകണമല്ലോ, ലീവ് എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആളെന്ത് ചെയ്തു, എനിക്ക് പെയിൻ കില്ലർ തന്നു വേദന മാറാൻ വേണ്ടി. മാപ്പൊക്കെ പറഞ്ഞു, പെയിൻ കില്ലർ തന്നു. പിന്നീട് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥിര സംഭവമായി. ഉപദ്രവിക്കും, മാപ്പ് പറയും, പെയിൻ കില്ലർ തരും, ഞാനിത് കഴിക്കും. പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരു തരം അഡിക്ഷനാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അതായത് എന്നും ശരീരവേദന, എന്നും ഈ പെയിൻ കില്ലർ തന്നെ, ഇത് തന്നെ സംഭവം. അങ്ങനെ ദീപ്തിക്ക് പെയിൻ കില്ലർ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടായി, ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ ആയി. ഈ പെയിൻ കില്ലർ അഡിക്ഷന്റെ മറ്റൊരു പേര് OUD എന്നാണ്, ഓപ്പിയോയിഡ് യൂസേജ് ഡിസോർഡർ എന്നുള്ള രീതിയിലാണ്. ഇത് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഈ പെയിൻ കില്ലറിന്റെ യൂസേജ് കൂടി അത് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തുക എന്ന് പറയുന്നത്. അതിന് പുള്ളിക്കാരത്തിന്റെ ഈ ഒരു സാഹചര്യം കാരണം, ഇവന്റെ ഈ തൊഴിയും ഇതെല്ലാം കാരണം ഇവർക്ക് പെയിൻ കില്ലർ കൺസ്യൂം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഇത് പിന്നെ ഇത് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോയി. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും, ഇത് വേണം 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 എന്നുള്ള തരത്തിൽ. അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയത്. പിന്നീട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർ അവസാനിപ്പിച്ചു. ബേസിക്കലി ഇവർ തമ്മിൽ ഈ ആദ്യത്തെ ഭർത്താവ് എന്ന് പറയുന്ന അയാളുമായിട്ട് ഇവർ ലീഗലി മാരേജ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആയിട്ട് പുള്ളിക്കാരത്തിനകത്ത് പറയുന്നുമില്ല. അത് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല എന്നുള്ള തരത്തിൽ അതങ്ങ് പറഞ്ഞു വിടുകയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇയാൾ ഭയങ്കര കുടിയനായിരുന്നു, വെള്ളോടിയാണ്. അന്നേരം ഇവനെ കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ഇടും. ഈ ഡി അഡിക്ഷൻ സെന്ററിൽ ഇട്ട് ആ ഒരു സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഫോൺ യാദൃച്ഛികമായിട്ട് ഈ പറയുന്ന ദീപ്തി ഒന്ന് നോക്കുന്നത്. ആ ഫോൺ നോക്കിയ സമയത്ത് ഇതിനകത്ത് ഒരു ഫാമിലി ഫോട്ടോ, ഈ ഹസ്ബൻഡും ഒരു സ്ത്രീയും 2 കുട്ടികളും തമ്മിൽ നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ കാണാനിടയായി. പിന്നീട് ഈ ഫോട്ടോയെ പറ്റി ഇയാളുടെ ചോദിച്ചപ്പോഴാണ് ഇയാൾ പറയുന്നത് ഇയാളുടെ ഭാര്യയാണത്. എന്ന് വെച്ചാൽ ഈ ദീപ്തിയെ ജീവിതത്തിലോട്ട് ക്ഷണിക്കുന്നതിന് മുൻപ് തന്നെ ഇയാള് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 3 കുട്ടികൾ. പന്നെ കടയാടി മുൻ കാണിച്ച തോന്നിയസം നോക്കണേ. ഇത് മറച്ചു വെച്ചിട്ടാണ് ഈ ദീപ്തിയുമായിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. ഇവന്റെ ഇവന്റെ വീട്ടുകാരും ഇത് പറഞ്ഞിട്ടുമില്ല. ഈ കുട്ടികൾ വലിയ കുട്ടികളാണ്. ഈ ദീപ്തിയും ഇയാളും തമ്മിൽ അത്യാവശ്യം പ്രായ വ്യത്യാസം ഉണ്ടെന്നും പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അതൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല. പ്രേമത്തിന് കണ്ണും മൂക്കും ഒന്നും ഇല്ലെന്നാണല്ലോ പറയുന്നത്. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. അപ്പം ഇയാളുടെ തൊഴിയും ഈ പറയുന്ന വെള്ളവടിയും പിന്നെ അതിന്റെ കൂടെ ആരും സഹിക്കാൻ പറ്റാത്ത ഇതുപോലുള്ള ചതിയും 8 കൊല്ലത്തോളം ഒരുമിച്ച് താമസിച്ചിട്ട് ഇത്രയും വലിയൊരു കാര്യം ലൈഫിൽ നിന്ന് മറച്ചു വെച്ചു. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഇയാളെ ഉപേക്ഷിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം അവിടെ നിർത്തേണ്ടി വന്നത്. അങ്ങനെ ഇയാളെ പിന്നീട് ഈ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്ന സമയത്താണ് ഇയാളെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ദീപ്തിയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് കുഞ്ഞാവ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ വരുന്നത്. പിന്നീട് ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. അവർ തമ്മിൽ ഇപ്പം കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്ത് പോകുന്നു. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഇവർക്ക് ഈ അഡിക്ഷൻ, ഈ ഡ്രഗിന്റെ അഡിക്ഷൻ മാറുന്നില്ല. ഇതിനോടുള്ള ക്രേവിങ്സ് ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെയാണ് ഇവർ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അവർ പറയുന്നുണ്ട് ഒരു ജയില് പോലെ ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു റീഹാബ് ആണ്, ഡി അഡിക്ഷൻ സെന്റർ പോലുള്ള, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എന്തെങ്കിലും ആയിരിക്കണം. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി അങ്ങനെ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ നോർമൽ ഹോസ്പിറ്റൽസിലൊന്നും ഇതുപോലുള്ള അഡിക്ഷൻ ഒന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചികിത്സ ഒന്നും ഇല്ല. അത്രയും ടഫായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഹൊറിബിൾ ആയിട്ടുള്ള ചികിത്സയൊക്കെ ആയിരിക്കും. ഒരു ഭ്രാന്താലയം പോലെയൊക്കെ തന്നെ സംഭവം അത് തന്നെ. ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ആ ചികിത്സയൊക്കെ നേടിയിട്ടുള്ള ടീംസിനൊക്കെ എടുത്തൊക്കെ അറിയാം. ഞാൻ നേടിയിട്ടില്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എക്സ്പീരിയൻസ് വന്നിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു ഫേമസ് യൂട്യൂബർ ഉണ്ട്, അവനെ പറ്റി ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരത്തി ഹോസ്പിറ്റലിൽ ചെന്നത്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് നിന്ന് റിക്കവർ ആയിട്ട് പുള്ളിക്കാരത്തി ഇപ്പം പഴയ ഒരു ജീവിതത്തിലോട്ട് വന്നിരിക്കുകയാണ്. മേ ബി അതിന്റെയൊക്കെ സൈഡ് എഫക്ട്സ് ഒക്കെ കാണും. ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഹൈപ്പർ അൽജീസിയ. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ചെറിയ പെയിൻ വരെ ഈ ഒരു കണ്ടീഷൻ ഉള്ള വ്യക്തികൾക്ക് ഭയങ്കര വലിയൊരു പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും. ദീപ്തിയൊക്കെ ആ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോയിട്ട് ഒരു വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. കാര്യം ഇവർ ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഭയങ്കര പെയിൻ ആണ്. അന്നേരം ഈ പെയിൻ കൂടുമ്പോഴാണ് പിന്നെയും ഈ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പെയിൻ കില്ലേഴ്സും ഇതുപോലുള്ള ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. അത്ര പെട്ടെന്നൊന്നും ഇതിനകത്ത് റിക്കവർ ആവാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഇന്ന് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്രയും സഫീഷ്യന്റ് ആയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഈ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ പെയിൻ കില്ലേഴ്സ് അങ്ങനെ അത്ര പെട്ടെന്ന് അവൈലബിൾ ആവുന്ന ഒരു, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ
വേണം, അതും ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് കിട്ടുമോ? നോ ഐഡിയ. അപ്പോൾ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വേ കൂടാണ് ഈ പെയിൻ കില്ലർ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേസൊക്കെ ആവാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പുള്ളിക്കാരത്തി ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പലർക്കും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ വളരെ പുതുമയായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ OUD എന്നൊക്കെ സഫർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് ചാടാത്ത, സ്റ്റിൽ അതിനകത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ടാണ് ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. കാര്യം സ്വന്തം ഒരു എക്സ്പീരിയൻസ് വന്ന് പച്ചയ്ക്ക് പറയുകയാണ്. അവർ തന്നെ പറയുന്നുണ്ട് ഈ ഹസ്ബൻഡിന്റെ ഫസ്റ്റ് വൈഫിന്റെ കാര്യമൊക്കെ ദീപ്തിയുടെ അടുത്ത ആളുകൾ തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടെ ആയിരിക്കും അറിയുന്നത്. ഹസ്ബൻഡിനും ബാക്കി 1-2 ആളുകൾക്ക് മാത്രമേ ഈ ഒരു കംപ്ലീറ്റ് സ്റ്റോറി അറിയത്തുള്ളൂ. ഈ ഒരു വീഡിയോയിലൂടെയാണ് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ തന്നെ ഈ ഒരു കാര്യം അറിയാൻ പോകുന്നത് എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അന്നേരം അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഇവർ. അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഇവർക്ക് ഇപ്പം പൊന്നുപോലൊരു വർത്തമാനം കിട്ടിയത്. അവരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇവരുടെയൊക്കെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്, നമ്മളേക്ക് ആരെങ്കിലും ഒക്കെ സ്നേഹിക്കുമോ, അല്ലെങ്കിൽ നമ്മളേക്ക് എന്തിനെങ്കിലും കൊള്ളാവോ എന്ന്. അത് നിങ്ങളുടെ തോന്നൽ മാത്രമായിരിക്കും. നിങ്ങളുടെ മൂല്യം അല്ലെങ്കിൽ നിങ്ങൾ വർത്തിയാണെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് എന്തായാലും കടന്നു വരും, ഉറപ്പായിട്ടും കടന്നു വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആരും ഒരു മൂല്യവും ഇല്ലാത്ത ആളുകളല്ല. അത് കാണേണ്ടവന്റെ കണ്ണിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർണത്തെക്കാൾ തിളക്കം ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലാതെ ഇവൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ വേറെ ആരും ഇല്ല, എന്നെ ഇനി ആരും സ്നേഹിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇവനെ പോലെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ടടേ. ഒരു കാലമാടൻ അല്ലെങ്കിൽ കാലമാടത്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത് അതിനേക്കാൾ നല്ലൊരു വ്യക്തി ലൈഫിലോട്ട് കടന്നു വരാനാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ പറയുന്ന ദീപ്തി സീതത്തോടും അവർക്ക് ഇപ്പോൾ കിട്ടിയ ഹസ്ബൻഡ്. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരു തവണയെങ്കിലും ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ പോയി പെട്ടിട്ടുണ്ട്, നല്ലപോലെ പെട്ടിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ശരി, എനിക്ക് ബൈ.